Good morning all. Welcome to lectures by Dr. SD. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ചാർജ് എന്താണ്, ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് എ ലോ റിലേറ്റിംഗ് ദിസ് ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ്. അപ്പോൾ ഈ ലോയ് കണ്ടുപിടിച്ചത് കൂളം ലോ എന്നാണ് അതിന്റെ പേര്. അതെല്ലാവരും കേട്ടിട്ടുണ്ടോ അല്ലെ? കൂളം ലോ. സോ കൂളം ലോ ഇത് ഇൻവെന്റ് ചെയ്തത് ചാൾസ് അഗസ്റ്റിൻ ഡി കൊളോംബ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹം മിലിറ്ററി എഞ്ചിനീയർ ആയിരുന്നു. അതിനുശേഷം ആഫ്റ്റർ റിട്ടയർമെന്റ് ഹി ഗേവ് ഹിസ് കോൺസെൻട്രേഷൻ ടു സയന്റിഫിക് റിസർച്ച് and at that time he invented a very sensitive instrument to measure the force between two charges or charge spheres. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് അദ്ദേഹം ഇൻവെന്റ് ചെയ്തു. ചാർജ് സ്പിയേഴ്സ് തമ്മിലുള്ള ഫോഴ്സ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ആൻഡ് ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഇസ് നോൺ as ടോർഷൻ ബാലൻസ്. ഇപ്പൊ ടോർഷൻ ബാലൻസ് വെച്ച് അദ്ദേഹം ഫോഴ്സ് മെഷർ ചെയ്തെടുത്തിട്ട് he finally arrived at a relation which is known as inverse square law. അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും. നൗ വി ആർ കോൾ ഇറ്റ് as കൂളം ലോ. അപ്പൊ ആ ലോ എന്താന്ന് നോക്കാം. ഇത് രണ്ട് ചാർജസ് ആണെന്ന് വെച്ചോ. ലെറ്റ് ഇറ്റ് ബി Q1 ഓർ Q2. ഇത് പോസിറ്റീവോ നെഗറ്റീവോ വാട്ട് എവർ ഇറ്റ് മേ ബി, അതൊന്നും ഇപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യണ്ട. രണ്ട് ചാർജസ് Q1 ആൻഡ് Q2. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി R. Then according to Coulomb law, the force of repulsion or attraction between these two charges, these two stationary charges, അത് ഓർക്കണം കേട്ടോ, സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുകയാണ്, അല്ലാതെ ഇവിടെ അനങ്ങുന്നൊന്നുമില്ല. these two stationary point charges എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കേട്ടോ. these two stationary point charges is directly proportional to the product of the magnitude of the charges and inversely proportional to the square of the distance between them. അതായത് ഈ രണ്ട് ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് തമ്മിലെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് പോയിന്റ് ചാർജ് ആയിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അതായത് ഇതിന്റെ റേഡിയസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് ഒറ്റ ഒരു സിമ്പിൾ ഇക്വേഷൻ ആയിട്ട് എഴുതാം. F is proportional to Q1 Q2 by R square. We can remove this proportionality by putting a constant. F is equal to K Q1 Q2 by R square. നമുക്കിതിനെ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ നമുക്ക് F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square എന്ന് എഴുതാം. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഈ ഇക്വേഷൻ. കാരണം ഇത് നമുക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്യാനും ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. അപ്പൊ ഇവിടെ ഫോർ ദ ഈസിനെസ് ഈ ചാർജസ് ഫ്രീ സ്പേസിലാണ് അല്ലെങ്കിൽ വാക്വത്തിലാണെന്ന് ഇമാജിൻ ചെയ്തിട്ടാണ് ഇത് ഇവിടെ 1 by 4 pi epsilon 0 എന്ന് എഴുതിയേക്കുന്നത്. ഈ epsilon 0 ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇപ്പൊ നമ്മൾ ഈ ചാർജ് ഇരിക്കുന്നത് ഫ്രീ സ്പേസിലല്ല, നമ്മൾ ഒരു മീഡിയത്തിലാണ്. വെള്ളത്തിനകത്ത് കൊണ്ടുവന്ന് ഈ രണ്ട് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ എപ്സിലോണിന്റെ വാല്യൂ വ്യത്യാസം വരും. അവിടെ എപ്സിലോൺ 0 ആയിരിക്കില്ല അപ്പം വരുന്നത്, എപ്സിലോൺ എന്നായിരിക്കും വരിക. ദാറ്റ് ഈസ് എപ്സിലോൺ എന്ന് പറയുമ്പം അത് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ജസ്റ്റ് ഈ പെർമിറ്റിവിറ്റി എന്താണെന്ന് നോക്കിയിട്ട് വരാം. സോ പെർമിറ്റിവിറ്റി ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മീഡിയം വിത്ത് വിച്ച് determines property of the medium with medium which determines the electric force between two charges situated in that medium. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത മീഡിയം ഇരിക്കുന്ന ഈ ചാർജസ് ഇരിക്കുന്ന ഈ ഏത് മീഡിയത്തിലാണോ ഇരിക്കുന്നത്, ഈ ഒരു മീഡിയത്തിന്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് എന്ത്? Permittivity. So if the charges is in free space, then we can write it
epsilon 0, this value is 8.854 into 10 raised to minus 12 coulomb square Newton raised to minus 1 meter raised to minus 2. ഇതാണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, ഇത് പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. ഇനി നമ്മൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും മീഡിയം ആണെങ്കിൽ എപ്സിലോൺ 0യ്ക്ക് പകരം എപ്സിലോൺ എന്ന് റീപ്ലേസ് ചെയ്യാം. ദിസ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്നായിരിക്കും. ഇതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ഇൻറ്റു റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, ഇതെന്റെ ഇക്വേഷൻ. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? കൂളം ലോ പറഞ്ഞു, എളുപ്പമല്ലേ? F is equal to 1/4 epsilon 0 Q1 Q2 by R square. എപ്സിലോൺ 0ന്റെ വാല്യൂ പഠിച്ചു വെക്കുക. And if the charges is placed in a medium, then other than free space, then we can use this 1/4 epsilon എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷനകത്തൊക്കെ എല്ലായിടത്തും ഈ നമ്മുടെ ലോയിലെ F is equal to 1/4 epsilon 0 Q1 Q2 by R square എന്ന് എപ്പോഴും വരുന്നുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിത് ഈ ഒരു ക്വാണ്ടിറ്റി ഇത് കോൺസ്റ്റന്റ് ആ ഫ്രീ സ്പേസ് ആണെങ്കിൽ അപ്പൊ അതൊക്കെ കാണാൻ പഠിച്ചു വെക്കാം. ഈ ഒരു ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 × 10⁻⁹ ആണ്. ഓക്കെ, എളുപ്പമായില്ലേ? 4ഉം 5ഉം എപ്സിലോൺ 0 ഒന്നും കണ്ടുപിടിച്ച് വെക്കണ്ട. ഈ ഒരു സാധനം കൊടുത്താൽ നമുക്ക് എളുപ്പം പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, now we are going to discuss Coulomb law in vector form. I already told you that force is a vector quantity. So we want to know how to write Coulomb law in vector form. For that, I am going to consider two charges. Let this charge will be Q1 and this charge will be Q2. രണ്ട് ചാർജ് ഞാൻ കൺസിഡർ ചെയ്യാം. രണ്ട് പോസിറ്റീവ് ചാർജ് ആണ് ഫോർ ദ സിക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ ഈ ഒരു പൊസിഷൻ വെക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ലെറ്റ് ദ പൊസിഷൻ വെക്ടർ വിൽ ബി R2 ബാർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്ന പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് R1 ബാർ. ഇത് ചാർജ് Q1 ഉം Q2 ആയതുകൊണ്ടാണ് R2 R1 എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടുന്നത് ഈ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. സോ ദിസ് ഡിസ്റ്റൻസ്, ദിസ് വെക്ടർ, വി നീഡ് ദിസ് വെക്ടർ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ വെക്ടർ, this vector, and ഈ വെക്ടർ എന്ന് പറയുന്നത് can be represented by R21 is equal to R2 minus R1. R2 നിന്ന് R1 കുറയ്ക്കുന്നതാണ് ഈ ഒരു R2 വെക്ടറിൽ നിന്ന്. R2 വെക്ടർ മൈനസ് R1 വെക്ടർ gives R21. ഓക്കെ, ഇത്ര നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് കൂളം ലോ എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു റൈറ്റ് the force on the charge Q2 can be represented like this: F21. The force on the charge Q2 due to Q1. Force on the charge Q2, F21 is equal to 1/4 epsilon 0 Q1 Q2 by R21 square R21 cap. ഇതിൽ ഈ R21 ക്യാപ്പ് എന്ന് പറയുന്നതാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് അത് ആ പേരിൽ തന്നെയുണ്ട്. ഇറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂണിറ്റി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ ഈ ഒരു സാധനത്തിന്റെ കൂടെ നമ്മൾ ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും എന്ന് പറഞ്ഞാൽ ശരിക്കും മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഈ R21 ക്യാപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് 1 ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ല. പക്ഷേ ഡയറക്ഷൻ കയറി വരും. കാരണം ഇവിടെ ഈ വെക്ടർ ഡയറക്ഷൻ ഏത് ഡയറക്ഷനാണ്? ഇപ്പൊ ഈ ഫിഗറിൽ ഇറ്റ് ഈസ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷനിലാണ് അവിടെ ഫോഴ്സ്. ഇവിടെ ഇപ്പൊ റിപ്പൾസീവ് ഫോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഫോഴ്സിന്റെ വെക്ടർ ഇത് വരുന്ന എങ്ങോട്ടാണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. ഇനി നെക്സ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് എന്താണ്? R12. The force on the charge Q1 due to Q2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? 1/4 epsilon 0 Q1 Q2 divided by R12 square R12 cap. കണ്ടോ? തിരിഞ്ഞു വന്നു. അപ്പൊ ഈ വെക്ടർ ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് വന്നു?
ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു വരുന്നത്. സോ R12 ക്യാപ്പ് എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ വെക്ടേഴ്സ് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് എന്തിനാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്? ഡയറക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിത് മൊത്തത്തിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ്, ഈ ഡിനോമിനേറ്റർ ഉള്ള R എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഇനി R12 എന്നൊന്നും കൊടുത്തില്ലെങ്കിലും നോ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഈ സാധനം കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായ കാര്യം എന്താ? ഇത് ഇത്രയും കണ്ടോ, ഇത് ഈ ഒരു ക്വാണ്ടിറ്റീസ് ഇത് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആ. ഇവിടെ വ്യത്യാസം വരുന്നത് എന്താ? R21 R12 ആണ്. അതായത് R21 ഈസ് ഈക്വൽ ടു, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഒരെണ്ണം പോസിറ്റീവ് ഒരു മൈനസ് ഡയറക്ഷൻ ആയതുകൊണ്ട്, നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് ഓഫ് R12 എന്ന് എഴുതാം. കണ്ടോ? അതായത് ഈ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ മാഗ്നിറ്റ്യൂഡ്, ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ F12. കണ്ടോ? ഈ ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മൈനസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ച് ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒരു ഫോഴ്സ് ഉണ്ട്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലേ? അത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ലോ അല്ലേ? ന്യൂട്ടന്റെ തേർഡ് ലോ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? നമുക്ക് ഇത് ജീവിതത്തിൽ ഉള്ള ലോ തന്നെയാണ്. കാരണം നമ്മളോട് ഒരാൾ ചെയ്യുന്നതനുസരിച്ച് അത് ആക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ റിയാക്ഷനും, ഇനി നമ്മുടെ ആക്ഷൻ അനുസരിച്ചിട്ടാണ് മറ്റുള്ളവരുടെ റിയാക്ഷൻസും. നോർമലി അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് എ കൂളം ലോ ഇൻ വെക്റ്റർ ഫോം. ഓക്കെ, അപ്പോ അതിനുള്ള ചില ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. കൂളം ലോ ഒബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. അതായത് F21 is equal to minus of F12. പിന്നെ കൂളം ഫോഴ്സ് ഇസ് എ സെൻട്രൽ ഫോഴ്സ്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വരച്ച് ഓർക്കുന്നുണ്ടോ? ഈ രണ്ട് ചാർജും ഞാൻ ഇങ്ങോട്ട് വരച്ചു വെച്ചിട്ട് ഇതിന്റെ സെന്ററിൽ നിന്ന് ഇതിന്റെ സെന്ററിലോട്ടാണ് ഈ ഒരു ആക്ടിങ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ ചാർജസ് എന്നാണ്. അപ്പോൾ ഇതൊരു സെൻട്രൽ ഫോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആക്ടിങ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൽ. നമ്മളിപ്പോൾ ഇത്രയും നേരം ഈ ലെക്ചറിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂളം ലോ, അഗസ്റ്റിൻ ഡി കോംബാരാന്ന് നോക്കി, അദ്ദേഹം ഇൻവെന്റ് ചെയ്ത കൂളം ലോ നോക്കി. അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നും പറയും, കാരണം 1/r² എന്നല്ലേ വരുന്നത്. എന്നിട്ട് ആ ഇക്വേഷന് നാത്തുനിന്ന് പെർമിറ്റിവിറ്റി എന്താന്ന് നോക്കി, പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഇൻ മീഡിയം, ഇതൊക്കെ നോക്കി. ഇതിന്റെ വാല്യൂ ഒക്കെ ഒന്ന് കാണാൻ വെച്ചേക്കണം കേട്ടോ. 1/4πε0 വാല്യൂങ്കിലും കാണാൻ വെച്ചേക്കണം. പിന്നെ നമ്മൾ കൂളം ലോ ഇൻ വെക്റ്റർ ഫോം നോക്കി. എന്നിട്ട് അതിന്റെ രണ്ട് കൺക്ലൂഷൻസ് ആയിട്ട് വന്നിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ആ പ്രോബ്ലത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ കേട്ടോ. So first question, calculate the Coulomb force between two alpha particles separated by a distance of 3.2 into 10 raised to minus 15 meter in air. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം കൂളം ഫോഴ്സ് ആണ് കാണേണ്ടതെങ്കിൽ തന്നെ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂളം ലോ അങ്ങ് എഴുതി വെക്കാം. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. 1/4πε0 Q1 Q2 by R². ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതങ്ങനെ എഴുതി വെക്കുക. മാഗ്നിറ്റ്യൂഡ് ഒന്ന് കാണിക്കാനാണ് കേട്ടോ ഇങ്ങനെ രണ്ട് വര അപ്പുറത്തിപ്പുറത്ത് ഇടുന്നത്. എഫ് എഴുതിയിട്ട് മുകളിലാണ് നമ്മൾ വരയിടുന്നതെങ്കിൽ അത് വെക്ടർ ആണ്. ഇങ്ങനെ ഇടുകയാണെങ്കിൽ അത് എന്താണോ ആ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷനകത്തെ നമുക്കിതൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനെ രണ്ട് ആൽഫ പാർട്ടിക്കിൾ ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് നിങ്ങളെ ഒന്ന് Q1 Q2 it is separated by a distance of 3.2 into 10 raised to minus 15 meter. യൂണിറ്റ് അടക്കം എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ പിക്ചറൈസ് ചെയ്യുന്ന വളരെ എളുപ്പമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുന്നതിനെക്കാട്ടില്ല ഒരു പിക്ചർ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് പിക്ചറൈസ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് ക്വസ്റ്റ്യനെ. Q1 Q2 by R². ഇപ്പൊ ഇവിടെ ആൽഫ പാർട്ടിക്കിൾ ആണ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ He24 എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഈ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ആണ്. അതിനകത്ത് 2 പ്രോട്ടോൺസ് ആണുള്ളത്. അപ്പം അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +2 ആണ്. അപ്പൊ ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടൈസേഷൻ ഇക്വേഷൻ ഇല്ലേ, എന്തായിരുന്നു? Q = NE. ഈ കേസിൽ 2 പ്രോട്ടോൺ ആണുള്ളത്. അതുകൊണ്ട് 2E എന്ന് വേണം എടുക്കാനായിട്ട്. അതായത്
2 into 1.6 into 10 raised to minus 19 കൂളോം. ഇതാണ് ഒരു ചാർജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കേസിൽ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. Q1നും 2 ഉണ്ട്, Q2നും അതുപോലെ 2 into 1.6ന് 10 raised to minus 19 എന്ന് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇവിടെ എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് റബ്ബ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 1/4 epsilon 0യെ 9 into 10 raised to 9 എന്ന് എഴുതാം. ഇൻറ്റു ഇവിടെ Q1 എന്ന് പറയുന്നത് 2 into 1.6 into 10 raised to minus 19. പിന്നെ Q2 എന്ന് പറയുന്നത് 2 into 1.6 into 10 raised to minus 19. The whole divided by R square ആണ്. R square എന്ന് പറഞ്ഞാൽ 3.2 into 10 raised to minus 15 സ്ക്വയർ ആണ്. സ്ക്വയർ ഇടാൻ മറക്കരുത്. നമ്മൾ സ്ക്വയർ ഇടാൻ ചിലപ്പോൾ മറക്കും, ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾ ഈ വാല്യൂസ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ മാനുവലി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 9 into 2 into 1.6 into 2 into 1.6 മാനുവലി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ 3.2ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, മാനുവലി ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 9 എന്നായിരിക്കും കിട്ടുക. 9 എന്ന് കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള പവേഴ്സ് എടുക്കണം കേട്ടോ. ഇൻറ്റു 10 raised to 9 ഇൻറ്റു ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ പറയുന്ന കേട്ട് നിങ്ങളത് ഇതാക്കണ്ട, ചെയ്തു നോക്കിക്കോ. 10 raised to minus 19ന്റെ 10 raised to minus 19 into 10 raised to minus 19, അതായത് 10 raised to minus 19ന്റെ സ്ക്വയർ വരും. സ്ക്വയർ വരുമ്പം 10 raised to minus 38 എന്ന് വരും. ഇൻറ്റു ഇവിടെ നിന്ന് 10 raised to minus 15 സ്ക്വയർ ആണ്. 10 raised to minus 15ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 15ന്റെ സ്ക്വയർ എടുക്കുമ്പം മൈനസ് 30 വരും. മൈനസ് 30 നമ്മൾ മുകളിൽ കൊണ്ടുപോകുമ്പം പ്ലസ് 30 ആവും. 10 raised to plus 30 വരും. അതായത് ഇത് ആൻസർ വരുന്നത് 90 ന്യൂട്ടൺ എന്നായിരിക്കും ചെയ്തു വരുമ്പം കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് ചെയ്യാൻ എളുപ്പമാണ്, ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ഇക്വേഷനോട് ഓർത്ത് വെക്കണം. Q is equal to NE, ക്വാണ്ടൈസേഷൻ്റെ ഇക്വേഷനോട് ഓർത്ത് വെക്കണം. കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഇതുപോലെ ആൽഫ പാർട്ടിക്കിളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇത്ര നമ്പർ ഓഫ് ചാർജസ് ആണെന്ന് വല്ലതും പറയുകയാണെങ്കിൽ അതനുസരിച്ച് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. The next problem is the electrostatic force of repulsion between two positively charged ions carrying equal charges is 3.7 into 10 raised to minus 19 Newton when they are separated by a distance of 5 angstrom. How many electrons are missing from each ion? കാണാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? The electrostatic force of repulsion ആണ് തന്നേക്കുന്നത്. That is force ആണ് തന്നേക്കുന്നത്. So we have to write F is equal to 3.7 into 10 raised to minus 9 Newton, and they are separated by a distance of 5 Angstrom. അപ്പോൾ 5 ഡിസ്റ്റൻസ് തന്നേക്കുന്നത് എത്രയാണ്? 5 Angstrom ആണ്. അപ്പൊ ഇത് നമ്മൾ ഓർത്ത് വെക്കണം. ആംസ്ട്രത്തിൽ നിന്നുള്ള മീറ്ററായിട്ടുള്ള കൺവേർഷൻ അറിയില്ലെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് വന്ന് സ്റ്റക്ക് ആവും. അപ്പൊ പഠിച്ചു വെക്കണം. 1 Angstrom is equal to 10 raised to minus 10 meter ആണ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. 5 into 10 raised to minus 10 meter. ഇത്രയും മതി. നമുക്ക് ബാക്കി ഇക്വേഷൻ അറിയാലോ. F is equal to 1/4 pi epsilon 0 Q1 Q2 by R square. So we have to write substituting 3.7 into 10 raised to minus 9 is equal to 9 into 10 raised to 9 into these are same charges, two positive charge ions. So we can put it like this: Q square, then I box Q square divided by 5 into 10 raised to minus 10 the whole square. So ഇവിടെ നമുക്ക് എളുപ്പമാണല്ലോ ഈ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് Q കണ്ടുപിടിക്കാം. So we get Q is equal to 3.2 into 10 raised to minus 19 coulomb. പക്ഷെ Q കാണാനല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ മിസ്സിംഗ് ഫ്രം ഈച്ച് അയോൺ.
അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ഇക്വേഷൻ എടുക്കാം. നമുക്ക് നമ്പറിന്റെ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഏതാണ്? Q is equal to NE. So N is equal to Q by E. Substitute the values. 3.2 into 10 raised to minus 19 divided by 1.6 into 10 raised to minus 19. What we get is N is equal to 2. This is the answer. കണ്ടാ, 2 ഇലക്ട്രോൺസ് അതിനകത്തുനിന്ന് പോയി. ഇതിനെല്ലാം നമുക്ക് we have to know, we want to know one single equation, 1 by 4 pi epsilon 0 Q1 Q2 by R square, and one more, Q is equal to NE. Okay. With this lecture, we learn about Coulomb law, who invented Coulomb law, then the vector form of Coulomb law. After that, we have done 2 problems related to Coulomb law. Hope you all have enjoyed my lecture. For more updates, keep an eye on my channel, Lectures by Dr. Seena Ji. Thank you.